ലേറ്റസ്റ്റായിട്ട് കേരളത്തിൽ പിന്നെയും ഒരു സ്ത്രീധനത്തിൻ്റെയൊക്കെ പേരിലും ഒരു സ്ത്രീക്കും ആ ഒരു സ്ത്രീയുടെ അമ്മയ്ക്കും മരണപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കല്യാണം കഴിച്ച ആ ഒരു ഭർത്താവിൽ നിന്നാണ് ഇതെല്ലാം നേരിടേണ്ടി ഈ ഒരു സ്ത്രീക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ മനംനൊന്തായിരുന്നു ആ ഒരു സ്ത്രീയും അമ്മയും കൂടി അതുപോലത്തുള്ള ഒരു കടുങ്കൈ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ മുംബൈയിലോ ഒക്കെ ഒളിച്ചോടി പോവുകയും അതിനുശേഷം പോലീസ് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എഴുതി വച്ചിട്ടുണ്ടായിരുന്ന ലെറ്ററിൽ ആ ഒരു സ്ത്രീയും അമ്മ എഴുതി വച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200ഓളം പവൻ മകൾക്ക് വേണ്ടി ഒരു കല്യാണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഉണ്ണികൃഷ്ണനിൽ നിന്നും ഈ മകളായിട്ടുള്ള ഗ്രീമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവങ്ങളും കളിയാക്കലും എല്ലാം ഉണ്ടായിരുന്നു. നിനക്ക് വലിയ വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കിട്ടിയ പൈസയെല്ലാം അവരെ ആവശ്യത്തിനൊക്കെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസത്തോളം മാത്രമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഗ്രീമയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയും പരിഹരിക്കാൻ നോക്കിയെങ്കിൽ പോലും അതിന് കൈവിട്ടു പോയി എന്നുള്ള കാര്യമൊക്കെയായിരുന്നു അമ്മയും മോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വിഷമത്തിലായിരുന്നു ഇതുപോലത്തുള്ള ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴാ ഉണ്ണികൃഷ്ണനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ കുറേയധികം ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂസിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു പെൺകുട്ടിയെ പറ്റി ഗ്രീമയെക്കുറിച്ചും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ചേട്ടനെതിരെ കുറേയധികം ആരോപണങ്ങൾ വരുന്നുണ്ട്, നാട്ടുകാർ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചേട്ടനെ അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ചേട്ടൻ്റെ സ്വഭാവം അറിയാവുന്നതാണ്. എൻ്റെ ചേട്ടൻ ഒരിക്കൽ പോലും ആരെടുത്ത് മോശമായിട്ടോ ഒന്നും തന്നെ പെരുമാറിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രശ്നം മെയിനായിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടത്തിയുടെ, അതായത് ഗ്രീമയുടെ അമ്മയാണ് എന്നുള്ളതാണ് ഈ ഒരു സഹോദരൻ പറയുന്നത്. ഈ ഒരു അമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കൊഞ്ചിച്ചാണ് ഗ്രീമയെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ മോളായത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് ശേഷവും ഇവർക്ക് ഈ ഒരു കുടുംബക്കാർക്ക് തന്നെ ഇത് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്ത് കാര്യത്തിൽ ഈ ഒരു അമ്മയുടെ ഇടപെടൽ എന്നുള്ളത് കൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉണ്ണികൃഷ്ണന് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്ത് കാര്യത്തിന് എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും ഇതിനെല്ലാം ഈ ഒരു ഗ്രീമയുടെ അമ്മയുടെ അനുവാദം വേണം. അമ്മ പറയുന്നത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കായിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ണികൃഷ്ണൻ ആദ്യമേയൊക്കെ വലിയ രീതിയിൽ എടുത്തില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണമെങ്കിലും അമ്മയെടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഈ ഒരു പെൺകുട്ടി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒട്ടും ഈ ഒരു ഉണ്ണികൃഷ്ണന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അമ്മയടുത്ത് തന്നെ ഈ ഒരു മരുമകൻ സംസാരിക്കുകയും, പക്ഷെ എന്നാൽ അമ്മ ഇത് വലിയതായിട്ട് ഏറ്റെടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ചും കൂടി ഈ ഒരു ഉണ്ണികൃഷ്ണൻ എൻ്റെ വൈഫിൻ്റെയും കാര്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോകാം എന്നുള്ള രീതിയിൽ ഇവർ 3 പേരും കൂടെ ഫാമിലി കൗൺസിലിങ്ങിന് പോയെന്നും അവിടെ വെച്ചും ഇതേ കണക്ക് ഈ അമ്മയുണ്ടെങ്കിൽ അത് കൗൺസിലിംഗ് നടത്തിയവരുടെ അടുത്തൊക്കെ എതിർത്ത് സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു സഹോദരൻ്റെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞുവെന്നും പറയുന്നുണ്ട്. ഈ ഒരു 28 ദിവസത്തോളമൊക്കെ അവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ അമ്മ കാരണം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഉണ്ണികൃഷ്ണനുണ്ടെങ്കിൽ വിദേശത്താണ് ഉള്ളത്. അവിടേക്ക് ഈ ഒരു ഗ്രീമയെ കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ കൊണ്ടുപോകണ്ട, വേറെ ആരെങ്കിലും പോകണമെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മകളെ വിട്ട് നിൽക്കാൻ അമ്മയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ സഹോദരൻ്റെ അടുത്തും വീട്ടുകാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യവും. പല പ്രാവശ്യം ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിനൊന്നും ഈ ഒരു അമ്മ സമ്മതിക്കുന്നില്ല. അത് ഭയങ്കര മോളുമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ തിരിച്ച് പോയതിന് ശേഷം ഈ ഒരു വീട്ടിൽ, അതായത് ഭർത്താവിൻ്റെ വീട്ടിലൊന്നും അല്ലായിരുന്നു മകൾ നിന്നിട്ടുണ്ടായിരുന്നത്, അമ്മയുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഉണ്ണികൃഷ്ണൻ തിരിച്ച് നാട്ടിൽ ഇടയ്ക്ക് വരുമ്പോൾ മാത്രമേ കാണാൻ വേണ്ടി വരത്തുള്ളൂ. വന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ടിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ഒരു സഹോദരൻ്റെ കല്യാണം വരെ നടന്നിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് പോലും വന്നു ഈ ഒരു സഹോദരൻ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു ഗ്രീമ വീട്ടിൽ വന്ന് നിൽക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. കല്യാണത്തിന് പോയി വരുമോ അങ്ങനത്തുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഇതാണിപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ പറയുന്നത്. ഇതിൻ്റെ എല്ലാം മെയിൻ കാരണം ഈ ഒരു അമ്മയാണ്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് മോളെ വിട്ട് മാറാൻ പറ്റാത്ത അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്. ഇതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെയും ഗ്രീമയുടെയും
ജീവിതത്തിൽ ഇവർ കാരണമാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒട്ടും ശരിയാവത്തില്ല, ഇങ്ങനെ പോയാൽ ഒട്ടും ശരിയാവത്തില്ല എന്നറിഞ്ഞതും ഈ ഒരു ഉണ്ണികൃഷ്ണൻ ഈ ഒരു വൈഫിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ പോകാൻ താല്പര്യമില്ല, ഡിവോഴ്സ് ആവാം, മ്യൂച്വലി ആവാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇത് കേട്ടതും ഈ ഒരു അമ്മയും ഈ ഒരു മോളും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു ഗ്രീമ തന്നെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഒന്നും കൂടെ കൗൺസിലിങ്ങിന് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ പോയി ഒന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു. അതിന് ശേഷം ഇതേ കണക്ക് മ്യൂച്വലായിട്ട് ഡിവോഴ്സിന് പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ ഒരു അമ്മയും അതുപോലെ തന്നെ മോളും ഒക്കെ പറയുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാനൊന്നും തന്നെ ഇവർക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഈ ഒരു ഗ്രീമ തന്നെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല, നമുക്ക് അങ്ങനെയാണെങ്കിൽ പിരിയാം, ഞാൻ മ്യൂച്വലി ഒപ്പിടാനൊക്കെ റെഡിയാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നോട്ടീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഈ ഒരു നോട്ടും കാര്യങ്ങളും, അതായത് ഞങ്ങൾ ഇതേ കണക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ കുറച്ച് നോട്ട്സൊക്കെ ഇവർക്ക് എല്ലാവർക്കും വാട്സപ്പിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പല പ്രാവശ്യവും ഇത് നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല എന്നും ഈ ഒരു സഹോദരൻ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതേ കണക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു മാമൻ തന്നെ വിളിച്ച് ഇതേ കണക്ക് നടന്നു എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഷോക്കായി എന്നുള്ള കാര്യമാണ് ഈ ഒരു സഹോദരൻ പറയുന്നതും. എന്തായാലും ഞാനിവിടെ എൻ്റെ ചേട്ടനെ ഭയങ്കരമായിട്ട് വന്ന് ന്യായീകരിക്കാനോ ഒന്നും തന്നെ നിൽക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം പറയണമെന്ന് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ കുറേയധികം ജനങ്ങളൊന്നും അറിയാതെ ചേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചേട്ടൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ബാക്കി എന്ത് നടക്കുന്നു അതെല്ലാം കോടതിയൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. കോടതി എല്ലാം തീരുമാനിച്ചോളും. ശിക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ശിക്ഷയും കിട്ടും. പക്ഷേ അല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനെ പറ്റി മോശമായിട്ട് പറയുന്നത് എനിക്കൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ മെയിനൊരു കാരണം ഈ ഒരു ഗ്രീമയുടെ അമ്മ തന്നെയാണ്. അമ്മയാണ് ഇതുപോലത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ ഓവറായിട്ടുള്ള ഈ ഒരു കെയറിങ്, ഓവറായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രീമയ്ക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്ന് സംസാരിച്ച് ക്ലിയർ ആവാൻ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും സംസാരിക്കാൻ ഈ അമ്മ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം മെയിൻ കാരണം അമ്മയാണ് എന്നാണ് ഈ ഒരു ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ പറയുന്നത്. ഇത് അവരുടെ കുടുംബത്തിന് എന്നെ അറിയാമെന്നുള്ളൊരു കാര്യം ഈ ഒരു സഹോദരൻ പറയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ മാക്സിമം അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നൊരു കാര്യം, അവരുടെ സ്വർണ്ണമൊക്കെ ഞങ്ങൾ എടുത്തു എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ഒന്നും നടത്തുന്നില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം അവരുടെ കയ്യിൽ തന്നെ സ്വർണം, സ്വത്തും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നേനെ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ ഈ ഒരു സ്വർണ്ണവും പണവും എല്ലാം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ പേരിലൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ അവർ മാനസികമായിട്ട് തളർത്തിയെന്നൊക്കെ പറയുന്നത്, അതൊന്നും സത്യമല്ല എന്നുള്ള ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തും ഒക്കെ ആൾക്കാർ കമൻസൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ മാത്രമേ എന്താണ് സത്യം എന്നറിയാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്കതിലൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് സത്യം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും.